കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയുന്ന കാര്യങ്ങളാവട്ടെ പിന്നെയും കൂടുതലായിട്ട് ഉസ്താദിനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയാവണം, എങ്ങനെ കൊണ്ടുപോകണം, അതിന് നമ്മളൊരു 10 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു 30-60 സെന്റ് സ്ഥലമോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടല്ല. ഇപ്പോൾ ഗ്രേസ് വാലിൻ്റെ ഒക്കെ ചരിത്രം നമുക്കറിയാൻ പറ്റും. അവിടെ അവർക്കൊരു നിർദ്ദേശങ്ങൾ കൊടുത്തു, അവരെ അതിന് പറഞ്ഞയക്കുകയും കുറച്ച് പൈസയും കൊടുത്ത് വിട്ടു. പിന്നെ അത് പതുക്കെ അവിടെ ഒരു ചരിത്രമായി മാറും. ഇപ്പം SNECയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ടാണ് ഗ്രേസ് വാലി നടന്നു പോകുന്നത്. ഉസ്താദിൻ്റെ കറാമത്താണ്. അതവിടെയുള്ള എല്ലാ ആളുകളും എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് നേരിട്ട് ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ അത് ദർശിക്കാൻ സാധിക്കും. അതുപോലെ ഈ സമന്വയ വിദ്യാഭ്യാസമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളാവട്ടെ ആത്മീയമായിട്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ ഉസ്താദിൻ്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ദാറുൽ ഹുദൻ്റെ തുടക്കത്തിൽ വരെ അത് ഉസ്താദിലൂടെയാണ് അതിൻ്റെയൊക്കെ റൂട്ട് പോയിട്ടുള്ളത് എന്നൊക്കെ തങ്ങളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ 7 വർഷമായിട്ട് നമ്മുടെ ഉസ്താദ് വഫാത്തായതിനു ശേഷവും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സജീവമായിട്ട് നമ്മുടെ സലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്കറിയാം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ദിക്റുകളാവട്ടെ സലാത്തുകളാവട്ടെ അത് ഓരോരുത്തരുടെയും വീട്ടിൽ അത് സ്ഥിരമാക്കുകയും പിന്നെ അതിൻ്റെ ആ ഒരു മാലയിലൂടെ നമ്മൾ എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് അത് നമ്മൾ സ്ഥിരമാക്കി നമ്മുടെ വീടുകളിലൊക്കെ നടന്നു പോവുകയാണ്. അപ്പം നമ്മുടെ വീടാവട്ടെ നമ്മുടെ ഹൃദയമാവട്ടെ അതൊക്കെ ശുദ്ധീകരിച്ച് അതിലൊക്കെ നമുക്ക് നല്ല നല്ല ചിന്തകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളിലേക്ക് ഒക്കെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ആ ഒരു ഹാർമണിയിൽ ജീവിക്കുവാനും അയൽവാസികളാവട്ടെ എല്ലാവരുമായിട്ട് നമ്മൾ ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചപ്പാട് ഇതൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ദിക്റും അതുപോലെ തന്നെ സലാത്ത് മജ്ലിസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന ഓരോരുത്തരുടെയും വീടുകളിൽ ഒക്കെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി